മമ്മൂട്ടിയെ നായകനാക്കി റോബി രാജ് സൂപ്പർ ഹിറ്റാക്കിയ കണ്ണൂർ സ്ക്വാഡിന് രണ്ടാം ഭാഗം വരുന്നു. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. പ്രാപ്പട എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ കൃഷ്ണേന്ദു കലേഷിൻ്റെ അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകൻ. വാമ്പയറായിട്ടായിരിക്കും മമ്മൂട്ടി ഇതിൽ എത്തുക എന്ന് ശക്തമായ റൂമേഴ്സുണ്ട്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെ വലിയ ഹിറ്റായ 3 ഇഡിയറ്റ്സ് 16 വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുമെന്ന് അമീർ ഖാൻ. സംവിധായകൻ രാജ്കുമാർ ഹിറാനി തിരക്കഥ പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. ചിത്രത്തിന്റെ ഒന്നാം ഭാഗം 16 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് വൈഡായി 400 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ചാക്കോച്ചൻ നായകനായി എത്തുന്ന ഉന്മാദം പനോരമ സ്റ്റുഡിയോസ് മലയാളത്തിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രം. പ്രശസ്ത എഡിറ്റർ കിരൺ ദാസ് ചിത്രം സംവിധാനം ചെയ്യും. ഓഗസ്റ്റ് 7-നാണ് റിലീസ്. ചാക്കോച്ചൻ്റെ സൂപ്പർ ഹിറ്റായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ തിരക്കഥാകൃത്തായ ഷാഹി കബീറാണ് ഈ ചിത്രത്തിൻ്റെയും തിരക്കഥ ഒരുക്കുന്നത്. സൂപ്പർ ഹിറ്റായ ഫാലിമി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നിതീഷ് സഹദേവിൻ്റെ ചിത്രത്തിലാണ് മമ്മൂട്ടി ലേറ്റസ്റ്റായി അഭിനയിക്കാൻ പോകുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന വമ്പൻ പ്രോജക്റ്റ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളുടെ പശ്ചാത്തലത്തിൽ പക്ക ഡാർക്ക് ഹ്യൂമർ ആക്ഷൻ എൻ്റർടൈനറാണ്. തിരുവനന്തപുരത്തെ ലോക്കൽ ഗുണ്ടയായിട്ടാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിക്കുന്നത്. 19-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന് ശേഷം വിനയൻ പുതിയ ഫാൻറ്റസി ത്രില്ലർ സിനിമയ്ക്ക് ഒരുങ്ങുന്നു. ഇതുവരെ പറയാത്ത രീതിയിലുള്ള കഥ പറച്ചിലാണ് പുതിയ സിനിമയിൽ താൻ ആവിഷ്കരിക്കുന്നതെന്ന് വിനയൻ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ജയറാം ഉർവശി കോംബോയിൽ ഒന്നിക്കുന്ന തമിഴ് ചിത്രമാണ് പരിമള ആൻഡ് കോ. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ഡാർക്ക് കോമഡി റോണറിൽപ്പെട്ട ചിത്രത്തിന്റെ വൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. പൊറിഞ്ചു, മറിയം ജോസ് ആന്റണി എന്നീ ഹിറ്റുകൾക്ക് ശേഷം ജോഷിയും ജോജു ജോർജും വീണ്ടും ഒന്നിക്കും. നടനും സംവിധായകനുമായ അനൂപ് മേനോനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ചിത്രം ആക്ഷൻ ത്രില്ലർ ഫാമിലി റോണറിൽപ്പെട്ടതാണ്. പണി എന്ന തന്റെ ആദ്യ സംവിധാന ചിത്രം ഹിറ്റാക്കിയ നടൻ ജോജു ജോർജ് രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിന് പരിപാടി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഡീലക്സ് ബെന്നി എന്ന കഥാപാത്രമാണ് ജോജു ജോർജ്. ചിത്രത്തിൽ DOP രാജീവ് രവി, സ്റ്റണ്ട് അൻബറിവ്, മ്യൂസിക് UN ശങ്കർ രാജ്. വാഴ 2 എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും ജയ ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനുമായ വിപിൻ ദാസിന്റെ ചിത്രത്തിൽ നിവിൻ പോളി. രണ്ടുപേരും അവർ ഏറ്റെടുത്ത മറ്റു പ്രോജക്റ്റുകൾക്ക് ശേഷമായിരിക്കും ഈ സിനിമയിൽ ഒന്നിക്കുന്നത്. ഫഹദിന് വേണ്ടി ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ് ചില കാരണങ്ങളാൽ നിവിൻ പോളിയിലേക്ക് വന്നതെന്നും പറയപ്പെടുന്നു. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജോജു ജോർജ് നായകനാകുന്ന മാസ് ആക്ഷൻ ചിത്രം വരവ് പ്രദർശനത്തിനൊരുങ്ങുന്നു. അർജുൻ അശോകൻ ഈ ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നു. ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ മുൻനിര സ്റ്റണ്ട് മാസ്റ്റേഴ്സായ സ്റ്റണ്ട് സിൽവ, ഫീനിക്സ് പ്രഭു അടക്കം 7 മാസ്റ്റേഴ്സാണ് ഉള്ളത്.